പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥി അമ്മു സജീവിന്റെ മരണത്തിൽ ജനറൽ ആശുപത്രിയിലെ ഡോക്ടർമാർക്കും ജീവനക്കാർക്കുമെതിരെ കേസ്. അത്യാഹിത വിഭാഗത്തിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്നവർക്കെതിരെയാണ് കേസെടുത്തത്. ചികിത്സ നൽകിയതിൽ കാലതാമസം വരുത്തിയതിനാണ് നടപടി. അമ്മുവിന്റെ പിതാവ് സജീവ് നൽകിയ പരാതിയിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. പ്രവീൺ പുരുഷോത്തമൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. പ്രവീൺ, അമ്മുവിന്റെ മരണത്തിൽ നേരത്തെ തന്നെ കുടുംബം ഈ ജനറൽ ആശുപത്രിയിലെ ഡോക്ടർമാർക്കെതിരെ ഒപ്പം തന്നെ അവിടുത്തെ ചികിത്സയ്ക്കെതിരെയും ഒക്കെ തന്നെ രംഗത്ത് വന്നിരുന്നു. ഈ വിഷയത്തിൽ അത്യാഹിത വിഭാഗത്തിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്നവർ വീഴ്ച വരുത്തിയെന്നാണോ ഇപ്പോൾ കേസിൽ പറയുന്നത്? അതെ അരുൺ, അങ്ങനെ തന്നെയാണ് പറയുന്നത്. അമ്മു സജീവിന്റെ മരണത്തിന് പ്രധാനപ്പെട്ട ഒരു കാരണമായത് ചികിത്സാ പിഴവ് തന്നെയാണ് എന്നാണ് അമ്മുവിന്റെ പിതാവ് ആരോപിച്ചിരുന്നത്. അത്തരത്തിലുള്ള ഒരു പരാതി തന്നെയാണ് പത്തനംതിട്ട ഡിവൈഎസ്പിക്ക് അമ്മുവിന്റെ പിതാവ് നൽകിയിരുന്നത്. അന്ന് ഈ അപകടം നടന്ന സമയം കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീണതിന് ശേഷം 5:20 അമ്മുവിനെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ എത്തിച്ചത്. അതിനുശേഷം രാത്രി 9 മണിയോടടുപ്പിച്ചാണ് ആംബുലൻസിൽ തിരുവനന്തപുരത്തേക്ക് അമ്മുവിനെ കൊണ്ടുപോയത്. ഇത്രയും സമയം, അത്രയും വിലപ്പെട്ട സമയത്ത് ചികിത്സ ലഭിച്ചില്ല എന്നുള്ളതാണ് അമ്മുവിന്റെ പിതാവിന്റെ പ്രധാനപ്പെട്ട പരാതിയായി വന്നിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പത്തനംതിട്ട ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഇപ്പോൾ ഡ്യൂട്ടി ഡോക്ടറെയും ഒപ്പം തന്നെ ഓർത്തോ വിഭാഗം ഡോക്ടറെയും ജീവനക്കാർക്കുമെതിരെ കേസ് എടുത്തിരിക്കുന്നത്. സെക്ഷൻ 106(1)(3)(5) വകുപ്പുകൾ പ്രകാരമാണ് ഈ ഡോക്ടർമാർക്കെതിരെയും ഒപ്പം തന്നെ ജീവനക്കാർക്കെതിരെയും കേസെടുത്തിരിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള നിർണായകമായിട്ടുള്ള മൊഴികളൊക്കെ നേരത്തെ പുറത്തു വന്നിരുന്നു. അതായത് അമ്മു സജീവിനെ 5:15 പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു. അതിനുശേഷം കാഷ്വാലിറ്റിയിലേക്കാണ് ആദ്യം എത്തിച്ചത്. അതിനുശേഷം എക്സ്റേ എടുക്കുന്നതിനായി മറ്റൊരു മുറിയിലേക്ക് കൊണ്ടുപോകുന്നു. അരമണിക്കൂറിനുള്ളിൽ തന്നെ തിരികെ കാഷ്വാലിറ്റിയിലേക്ക് എത്തിക്കുന്നു. പിന്നീട് ഈ ആംബുലൻസിൽ കയറ്റി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്ന സമയം വരെയും കാഷ്വാലിറ്റിയിൽ തന്നെയായിരുന്നു അമ്മു ഉണ്ടായിരുന്നത്. അവിടെയാണ് ചികിത്സ കൊടുത്തത്. ഇതിനിടെ അമ്മുവിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പുറത്ത് വന്നിരുന്നു. തലയ്ക്കേറ്റ ഗുരുതരമായിട്ടുള്ള പരിക്ക്, ഒപ്പം തന്നെ ഇടുപ്പിലിന് ഏറ്റ പരിക്ക്, തുടയലിന് ഏറ്റ പരിക്ക്, കാലുകൾക്കേറ്റ പരിക്ക്, ഇതെല്ലാം മരണകാരണമായി എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. പ്രത്യേകിച്ചും രക്തസ്രാവം, ആന്തരിക രക്തസ്രാവം ഉണ്ടായിരുന്നതായാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. ഒരുപക്ഷെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ ഡോക്ടർമാർക്ക് എന്താണ് ഇത്രയും ഗുരുതരമായ പരിക്കുകൾ ഉണ്ടായിട്ടും, ആന്തരിക രക്തസ്രാവം പോലുള്ള ഗുരുതരമായിട്ടുള്ളൊരു അവസ്ഥ ഉണ്ടായിട്ടും മറ്റ് വിദഗ്ധ ചികിത്സ കിട്ടുന്ന ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യാനോ അവിടേക്ക് പെട്ടെന്ന് എത്തിക്കാനോ കഴിഞ്ഞില്ല എന്ന ഒരു പ്രധാനപ്പെട്ട വസ്തുത തന്നെയാണ് അമ്മുവിന്റെ പിതാവ് പോലീസിനോട് സൂചിപ്പിച്ചിരുന്നത്. ഏതായാലും അമ്മുവിന്റെ പിതാവിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ ഡോക്ടർമാർക്കെതിരെയും ജീവനക്കാർക്കെതിരെയും കേസ് എടുത്തിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ അവിടുത്തെ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ ഈ ആരോപണങ്ങൾ തള്ളിക്കളഞ്ഞിരുന്നു. കൃത്യമായിട്ടുള്ള ചികിത്സ നൽകിയെന്ന് തന്നെയാണ് അവർ ആവർത്തിച്ച് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ ഏതായാലും അമ്മുവിന്റെ പിതാവിന്റെ പരാതിയിൽ ഈ ഡോക്ടർമാർക്കെതിരെയും ഒപ്പം തന്നെ ജീവനക്കാർക്കെതിരെയും കേസെടുത്തിരിക്കുകയാണ്. പത്തനംതിട്ട ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. അരുൺ.